ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. നിക്ഷേപക രംഗത്തെ വളർച്ചയ്ക്കായി സംരംഭകർക്ക് കേരളത്തിൽ എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് പ്രതിപക്ഷം ഒപ്പമുണ്ടാകുമെന്ന് വി ഡി സതീശൻ ഉറപ്പു നൽകി. രാഷ്ട്രീയത്തിനതീതമായി വ്യാവസായിക വളർച്ചയ്ക്ക് കേന്ദ്രത്തിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി പീയൂഷ് ഗോയലും പറഞ്ഞു. മൊസന അസു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മൊസന, ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് തുടക്കമായിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? അമൃത, വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ നിക്ഷേപക ഉച്ചകോടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3000-ഓളം പേരാണ് 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേരാണ് ഈ നടക്കുന്ന ഉച്ചകോടി, ഇന്നും നാളെയായി നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സാന്നിധ്യവും ശ്രദ്ധേയമായിട്ടുണ്ട്. നമുക്കറിയാം, വലിയ രീതിയിൽ കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷവുമായി പ്രതിപക്ഷത്തിന് വിവാദങ്ങളൊക്കെ തന്നെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഐക്യദാർഢ്യം, അതായത് കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് ഐക്യദാർഢ്യം ആണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. അത് വ്യവസായ പ്രമുഖൻ യൂസഫ് അലി വലിയ രീതിയിൽ തന്നെ അത് സ്വാഗതം ചെയ്യുകയും ചെയ്തു. വേദിയിൽ വലിയ രീതിയിലുള്ള കയ്യടി തന്നെയാണ് ഉയർന്നത്. എന്താണെങ്കിലും വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുകയാണ് ഉച്ചകോടി കൊണ്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാത്രമല്ല, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നുള്ള ഉറപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ വ്യവസായ മേഖല സൗഹൃദമാണോ എന്ന ഈ ഒരു സംവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും അതുപോലെ തന്നെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും വ്യവസായ മേഖലയിൽ സംസ്ഥാന സർക്കാരിന് ചെയ്തു കൊടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പറഞ്ഞു വന്നത് വലിയ രീതിയിലുള്ള സ്വീകാര്യത, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ തന്നെ പിന്തുണയോടുകൂടി ഈ ഒരു ഉച്ചകോടി പുരോഗമിക്കുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ നേട്ടമായി തന്നെ എടുത്തു പറയാം. അമൃത. മൊസന അസുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.